നീ ഇപ്പൊ എന്നെ കളഞ്ഞിട്ട് വേറെ ആരുടെയും കൂടെ പോയാ അവളുടെ മടിയിൽ ഇങ്ങനെ ചെന്ന് കിടക്കുമല്ലേ? എനിക്ക് അങ്ങൊരു മടിയില്ല. ഓ, അപ്പൊ നിനക്ക് അങ്ങനെ കിടക്കാനും മടിയില്ലല്ലേ? ആ മടിയില്ല. ഓ, അപ്പൊ നിനക്ക് കള്ളക്കാമുകിയുണ്ട്. ഇല്ല, അതാണോ നിന്റെ ഒറിജിനൽ കാമുകി? ഞാനാണോ സൈഡ് ചിട്ട്? എന്റെ പൊന്നു, എനിക്ക് അങ്ങൊരു കാമുകയില്ല. എന്തൊക്കെയാ നീ ആലോചിക്കുന്നത്? നിന്നെ പൊന്നേന്ന് വിളിക്കുന്നേ? നീ ശരിക്കും എന്റെ പേര് പറഞ്ഞു പോയിട്ടാണോ? ഇവൻ എക്സിന്റെ പേരായിരിക്കോ പൊന്നേന്ന്? ഓ, അവ ഇപ്പൊ എക്സിനെ ആലോചിച്ചോണ്ടിരിക്കണ പെണ്ണി. ആ, നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു സോഹ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. രണ്ടുപേരെയും കല്ലിക്കെട്ടി ഞാൻ കടലിൽ കളഞ്ഞോളാം. സോഹ, ഞാനിപ്പോ ഒരു പെണ്ണല്ലായിരുന്നെങ്കിൽ നീ എന്നെ പ്രേമിക്കില്ലായിരുന്നോ? അല്ല, ഒരു ആണിനെ ഒരാണിങ്ങനെ പ്രേമിക്കുന്നു. അപ്പൊ ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ നീ എന്നെ പ്രേമിച്ച്? അല്ല, നിന്റെ മനസ്സ് കണ്ടിട്ടല്ലേ? അല്ല, നീ ഇപ്പൊ ഒരു ആണായിരുന്നെങ്കിൽ ഞാൻ പ്രേമിച്ചേനെ പോരെ. അപ്പൊ നീ മനസ്സിലായിട്ട് ഞാൻ പ്രേമിച്ചേനെ. അപ്പൊ എന്നെ കാണാൻ കൊള്ളത്തില്ലേ? എന്നെ കാണാൻ കൊള്ളത്തില്ലായിരുന്നെങ്കിൽ എന്തിനാ അന്ന് എന്നെ പ്രേമിച്ചത്? ഇത്രയായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഹീലാവും? ആ ഈരയുടെ ചെരുപ്പിന്റെ കണ്ണം മുളകാടി അയ്യോ, എനിക്ക് നീറ്റ് റിസൾട്ട് വന്ന് മാർക്ക് കുറവാ. ഒരു ഡോക്ടർ ആവണം, ഞാൻ ഒരു ഡോക്ടറിനെ കുറിച്ച് നടക്കണ. അയ്യോ, സെലസ്കോപ്പിന് വരെ ചെല്ലാക്കിന് കൊപ്പിട്ട് നടക്കേണ്ട വരുവേ. അതിനെ കുറിച്ച് ആലോചിച്ച് നീ ഓർത്തിങ്ങേണ്ട. അതിനല്ലേ ഹലോ ഡോക്ടർ കൺസൾട്ടൻസി ഉള്ളത്. പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടേഴ്സ് റൺ ചെയ്യുന്ന കൺസൾട്ടൻസി. അവർ നമുക്ക് NMCയും WHO അപ്രൂവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് തരും. മാത്രമല്ല, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സ്റ്റെതസ്കോപ്പ്, വൈറ്റ് കോഡ് ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇവിടുന്ന് അവിടം വരെ നമ്മളോട് ട്രാവൽ ചെയ്ത് നമുക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും. പിന്നെ ടോട്ടൽ എക്സ്പെൻസ് 25 lakhs വരുന്നുള്ളൂ. ഇതിനകത്ത് തന്നെ മെസ് ഫീസ് ഇൻക്ലൂഡ് ആവും. പിന്നെ ഇതിന്റെ പൈസയെ കുറിച്ച് ആരും ടെൻഷൻ വേണ്ട. മൊത്തം എമൗണ്ടും അവർ തന്നെ നമുക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരും. ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ട്രസ്റ്റോട് കൂടി കിർഗിസ്ഥാൻ പോലുള്ള അബ്രോഡ് രാജ്യങ്ങളിൽ വളരെ കുറഞ്ഞ ചെലവിൽ MBBS പഠിക്കാനായിട്ട് ഹലോ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. നീ എന്തുവാണ് ചിന്തിക്കുന്നത്? അല്ല, ഞാൻ വിദേശത്തൊക്കെ പോയി MBBS ഒക്കെ പഠിച്ച് വലിയ ഡോക്ടറായിട്ടെ സോനെ തേക്കോ ചിന്തിച്ചതാ.